റൂൾസ് ഓഫ് KCS ആക്ട് ഡിഫൈൻസ് ഇൻ വിച്ച് സെക്ഷൻ? ഓപ്ഷൻസ് നോക്കൂ. എ സെക്ഷൻ 2E, ബി സെക്ഷൻ 2P, സി സെക്ഷൻ 2Q ആൻഡ് ഡി സെക്ഷൻ 2D. ആൻസർ ഈസ് ഓപ്ഷൻ സി സെക്ഷൻ 2Q. നമുക്കറിയാം KCS ആക്ടിൽ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 ആണ് അല്ലേ? പല പല ടേമുകളെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടേമുകളുണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടാണെന്ന് പഠിക്കണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് റൂൾസിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 2Q. ഏതാണ്? സെക്ഷൻ 2Q. ഈ Q തന്നെ പിന്നീട് QA ഉണ്ട്, സെക്ഷൻ 2QA ഉണ്ട്, സെക്ഷൻ 2QB ഉണ്ട്, പിന്നീട് സെക്ഷൻ 2QC ഉണ്ട്. അപ്പോൾ സെക്ഷൻ 2QA എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ്. സെക്ഷൻ 2QB ഷെഡ്യൂൾഡ് ട്രൈബ്. സെക്ഷൻ 2QC എന്താണ്? സ്പെഷ്യൽ ഓഫീസർ. പിന്നീട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ 2E എന്താണ്? കമ്മിറ്റി. കമ്മിറ്റിക്കും ഇ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ ഇല്ലേ? അതുകൊണ്ട് തന്നെ 2E കമ്മിറ്റി അങ്ങനെ പഠിക്കണം. പിന്നീട് സെക്ഷൻ 2P ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ട്. അതേതാണ്? രജിസ്ട്രാർ ആണ്. പിന്നീട് സെക്ഷൻ 2D എന്താണത്? സെൻട്രൽ സൊസൈറ്റി ആണ്. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാടുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് പറയാം. സെക്ഷൻ 2A എന്താണ്? അപ്പെക്സ് സൊസൈറ്റി ആണ്. 2B എന്താണ്? ബൈലോ ആണ് അല്ലേ? 2Cയിൽ ആരെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. പിന്നെ സെക്ഷൻ 2DA ഇത് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണത്? ചീഫ് എക്സിക്യൂട്ടീവ്. എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. പിന്നീട് വരുന്നത് ഡിസ്പ്യൂട്ട്. അതെവിടാണ് പറയുന്നത്? സെക്ഷൻ 2Iയിലാണ്. പിന്നെ വരുന്നത് ഫെഡറൽ സൊസൈറ്റി. എവിടാണ്? സെക്ഷൻ 2IB. എവിടാണ്? 2IBയിലാണ്. പിന്നെ നമ്മൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 2KAയിലാണ്. പിന്നെ നമ്മളെ മെമ്പറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2L അല്ലേ? പിന്നെ വരുന്നത് എന്താണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ സെക്ഷൻ 2TA ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. എന്നാൽ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? സെക്ഷൻ 2TAA ആണ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ നമുക്ക് വിജിലൻസ് ഓഫീസർ അതേതാണ്? സെക്ഷൻ 2TB.